ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കക്കർച്ചി കൊണ്ടുള്ളൊരു കുറുമ ഉണ്ടാക്കാം. നമുക്ക് വെജിറ്റബിൾ കുറുമ, ചിക്കൻ കുറുമ ഒക്കെ ഉണ്ടാക്കണ പോലെ തന്നെ കക്കർച്ചി കൊണ്ടുള്ളൊരു കുറുമ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കക്കർച്ചി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ഇത്തിരി വലിയ കക്കർച്ചിയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് കുറുമയാക്കാൻ വേണ്ടി. ഇത് ഇത്തിരി വലിയ കക്കർച്ചിയാണ്. അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് കാണുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ വേസ്റ്റൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ക്ലീൻ ചെയ്തിട്ട് അതായത് ഞാൻ വൃത്തിയാക്കി എല്ലാം നന്നായി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുക. നമുക്കൊരു കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കാൻ പോണത്. ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ നമുക്ക് വീണ്ടും വേറെ കടായിലിട്ടിട്ട് കുറുമക്കറി ആക്കാം. അപ്പോൾ അതിനുവേണ്ടി കുക്കറിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 സബോള ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സബോള ഒന്ന് വഴണ്ടി വരാനുള്ള ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പകുതി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. രണ്ടും കൂടെ ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണ്ണൊക്കെ പോയി വരുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്നൊരു പകുതി വേവായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ പകുതി വേവ് തക്കാളിയൊക്കെ ഒന്ന് പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആദ്യം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് അധികം വേണം ഇതിലേക്ക്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയിറച്ചി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഈ തക്കാളിയും ഈ പൊടിയുടെ മണമൊക്കെ മാറി തക്കാളിക്ക് നന്നായി ഇതുപോലെ ഉടച്ചൊക്കെ കൊടുത്തിട്ട് നന്നായി വെന്ത് വരുമ്പോഴാണ് കക്കയിറച്ചി ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ കക്കയിറച്ചി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. സബോളയിലേക്കുള്ള ഉപ്പ് ഇതിലേക്ക് പോരായി വരും. കുറച്ചെല്ലാം നേരത്തെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്കും കൂടെ ഈ കക്കയിറച്ചിയിലേക്കും കൂടെ ഉള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ബീഫൊക്കെ കുക്കറിൽ വേവിച്ചെടുക്കണ പോലെ തന്നെ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 5-6 വിസിൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 വിസിലടിച്ച് വേവിച്ചെടുക്കുക. ഇത്തിരി വലിയ കക്കയിറച്ചി ആയിരുന്നു വേവ് കുറവാകാതിരിക്കാൻ വേണ്ടി ഞാൻ കുക്കറിലിട്ടത്. നമ്മൾ കടായിലിട്ട് വേവിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഇത് ഒരു 5-6 വിസിൽ വരെ വേവിച്ചിട്ട് നമുക്ക് വേറൊരു കടായിലേക്ക് മാറ്റി കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം വറുത്തെടുക്കണം. വറുക്കണ്ട, ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിടി നാളികേരം, അധികമൊന്നും വേണ്ട, കുറച്ച് മതി നാളികേരം. 2 പിടി നാളികേരവും അതിലേക്ക് ഒരു കഷ്ണം കറുകപ്പട്ട, ഒരു ചെറിയൊരു കഷ്ണം കറുകപ്പട്ട ഇട്ടിട്ട് പിന്നെ അതിലേക്ക് മസാലകൾ കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും വേണം. കുറേശ്ശെ എടുക്കാൻ പാടുള്ളൂ. ചെറിയൊരു കഷ്ണം കറുകപ്പട്ടയും 2-3 ഗ്രാമ്പും 1 ഏലക്കായും മതി. നമ്മൾ മസാലപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ, എന്നാലും കുറുമയുടെ ഒരു മണം വരാൻ വേണ്ടിയിട്ട് ഇതിലും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളു പെരുംജീരകം ഇടണം.
ഇത് അധികം വറക്കണ്ട, നാളികേരത്തിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. കളറ് മാറണവരൊന്നും വറക്കൊന്നും വേണ്ട. പിന്നെ ഒരു 5-6 മണി കുരുമുളകും കൂടി ഇട്ടിട്ട് ഇത് വറുത്ത് കഴിയുമ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ മതി. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചിട്ട് കക്കർച്ചിയുടെ മിക്സിയിലേക്ക് കടായിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അരച്ചിട്ട്. ഇത് നന്നായി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ നാളികേരം ഒഴിച്ചതിന് ശേഷം അധികം ഒന്നും തിളപ്പിക്കണ്ട, ചാറ് വല്ലാണ്ട് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇതുപോലെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. അതിന് മുൻപ് ഇത് എരിവ് കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇതൊക്കെ കുറവാണെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചൊരു ടീസ്പൂൺ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും മല്ലിയില. കുറച്ചൊന്ന് ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ചിക്കൻ കുറുമയും ബീഫ് കുറുമയൊക്കെ വെക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ പച്ചക്കറി കുറുമയൊക്കെ വെക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കക്കയിറച്ചി കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പത്തിരിക്ക് ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, ചോറിനായാലും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.